ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന രണ്ട് സോപ്പായിട്ടാണ്. ഇത് ഫസ്റ്റ് വൺ വന്നിട്ട് എം കഫി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ഡീപ്പ് ക്ലെൻസിങ് കോഫി സോപ്പാണ്, ബാത്തിങ് സോപ്പ്. ഡീപ്പ് ക്ലെൻസസ് ആൻഡ് എനർജൈസസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്. 75 ഗ്രാമാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വിത്ത് കോഫി, പ്യുവർ കോഫി ഓയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലും കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. കോഷൻ എഴുതിയിട്ടുണ്ട്. ഡു നോട്ട് കൺസ്യൂം, കീപ്പ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ, എക്സ്റ്റേണൽ യൂസ് ഉള്ളി. പിന്നെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോഫി പൗഡർ, കഫീനൊക്കെ വരുന്നുണ്ട്. കോഫി സോപ്പ് ആയതുകൊണ്ട് തന്നെ. പിന്നെ സാധാരണ നമ്മുടെ സോപ്പിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻസ് ഫോർ യൂസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഷേപ്പ് വന്നിട്ട് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല ഭംഗിയുള്ള ഷേപ്പാണ്. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചതാണ്. ഇതിന് അത്ര വലിയ ഭയങ്കര സ്വീറ്റ് ഫ്രൂട്ടി സ്മെല്ലോ അങ്ങനത്തെ ഒന്നുമല്ല. ഒരു കോഫിയുടെ ഒരു സാധാ സ്മെല്ലാണ്. ഭയങ്കര സൂത്തിങ് സ്മെല്ലല്ല. പക്ഷെ ഇതിൻ്റെ ഷേപ്പ് ഭയങ്കര, അതിനകത്ത് പടത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നല്ലൊരു കോഫി ഷേപ്പും നല്ലൊരു ഭംഗിയുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ് സോപ്പ് കാണാൻ തന്നെ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മുടെ സെക്കൻഡ് സോപ്പ് വന്നിട്ട് ഡെർമാക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് അത്യാവശ്യം ഫേമസ് ബ്രാൻഡാണ്. ഇതിൽ കോജിക് ആസിഡും ഗ്ലൂട്ടാത്തയൺ ഡെയിലി സോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫോർ സ്കിൻ ലൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ്. കോജിക് ആസിഡ്, ഗ്ലൂട്ടാത്തയൺ, ആൽഫ ആർബ്യൂട്ടിൻ ഉണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നേരാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് 299 റുപ്പീസാണ് വരുന്നത്. 75 ഗ്രാമിൻ്റെ രണ്ട് സോപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ പാക്കിങ്ങിൻ്റെ ഉള്ളിൽ 24 മന്ത്സ് എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട്. അതായത് 2 ഇയേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ആയ ഫോർ എക്സ്റ്റേണൽ യൂസ്, സ്റ്റോറേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവോയ്ഡ് കീപ്പ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ, അവോയ്ഡ് കോൺടാക്ട് വിത്ത് ഐസ്, മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, ഡൈ ഫ്രീ, മിനറൽ ഓയിൽ ഫ്രീ അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാമറ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. അതാണ്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പിന്നെ ക്ലെൻസർ, ട്രീറ്റ്, മോയ്സ്ചറൈസ്, പ്രൊട്ടക്ട് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് ചെയ്യുന്നത്, ഈ സോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ സോപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്ലൈ ദ സോപ്പ് ഓൺ വെറ്റ് ബോഡി, ജെന്റ്ലി മസാജ് ടു ഫോം എ ലാദർ, റിൻസ് ആൻഡ് വാഷ് അപ്പ് കംപ്ലീറ്റ്ലി വിത്ത് വാട്ടർ. നമ്മൾ സാധാ സോപ്പ് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. പിന്നെ കൺസ്യൂമേഴ്സ് ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് 10 പേരിൽ 8 പേർക്ക് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായമാണുള്ളത്. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ്, അവർ ഇമ്പ്രൂവ്മെന്റ് കണ്ടു, അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് അത്ര വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും തോന്നിയില്ല. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു സോപ്പ് പോലെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര വൈറ്റനിങ്ങോ സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റോ ഒന്നും തരുന്നതായിട്ട് തോന്നിയില്ല. ഇതാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് സോപ്പ് പെട്ടെന്ന് കുറച്ച് സ്പീഡിൽ മെൽറ്റ് ആവുന്ന പോലെ തോന്നി. നമ്മളെ കുറെ നാളൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല പാക്കിംഗ് ആണ്. ഇങ്ങനത്തെ രണ്ട് സോപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് പാക്കിങ്സ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാനേ. അപ്പോൾ ഈ സോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനകത്ത് ഡെർമാക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റ് സ്ലിപ്പറി ഒരു ടെക്സ്ചറാണ്. ഇത് പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നമുക്ക് അലിഞ്ഞു തീരണ പോലെ തോന്നും. അത് അത്രയ്ക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നൊരു സോപ്പല്ല. അത്ര വലിയ ഡിഫറൻസ് ഒന്നും ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പേഴ്സണലി. അപ്പോൾ വേണ്ടെന്നുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം.